അനുദിന വചനവും വിചിന്തനവും. പെനുവേൽ, ഫേസ് ഓഫ് ഗോഡ്. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 1 അധ്യായം 1 മുതൽ 4 വരെയും 4 അധ്യായം 14 മുതൽ 21 വരെയുമുള്ള തിരുവചനങ്ങൾ. നമ്മുടെ ഇടയിൽ നിറവേറിയ കാര്യങ്ങളുടെ വിവരണം എഴുതാൻ അനേകം പേർ പരിശ്രമിച്ചിട്ടുണ്ടല്ലോ. അതാകട്ടെ ആദ്യം മുതൽ തന്നെ വചനത്തിന്റെ ദൃക്സാക്ഷികളും ശുശ്രൂഷകന്മാരുമായിരുന്നവർ നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ളതനുസരിച്ചാണ്. അല്ലയോ ശ്രേഷ്ഠനായ തെയോഫിലോസ്, എല്ലാ കാര്യങ്ങളും പ്രാരംഭം മുതൽക്കേ സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം എല്ലാം ക്രമമായി നിനക്കെഴുതുന്നത് ഉചിതമാണെന്ന് എനിക്കും തോന്നി. അത് നിന്നെ പഠിപ്പിച്ചിട്ടുള്ള വചനങ്ങളുടെ വിശ്വസ്തതയെക്കുറിച്ച് നിനക്ക് ബോധ്യം വരാനാണ്. യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടി ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. അവൻ്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെങ്ങും വ്യാപിച്ചു. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും അവനെ പുകഴ്ത്തി. യേശു താൻ വളർന്ന സ്ഥലമായ നസറത്തിൽ വന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പുസ്തകമടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിനു ശേഷം അവൻ ഇരുന്നു. സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറയാൻ തുടങ്ങി, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. സുവിശേഷ വിചിന്തനം. ലൂക്കായുടെ സുവിശേഷത്തിലെ 4 അധ്യായം 14 മുതൽ പ്രിയ സഹോദരരെ നമുക്ക് ചിന്തിക്കാം, ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം. നസറത്തിലെ സിനഗോഗിൽ ഈശോ സ്വയം വെളിപ്പെടുത്തുന്നതാണ് നമ്മൾ കാണുന്നത്. യെശയ്യായുടെ പുസ്തകത്തിൽ നിന്ന് ഈശോ വായിക്കുന്നു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാൽ നിറഞ്ഞ് ഈശോ തന്നെ വെളിപ്പെടുത്തുന്നു. തൻ്റെ മനുഷ്യ അവതാരവും ജീവിത ലക്ഷ്യവും ദൗത്യവും വളരെ കൃത്യതയോടെ സൂക്ഷ്മതയോടെ ഈശോ വെളിപ്പെടുത്തുന്നു. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരുടെ സുവിശേഷം അറിയിക്കുവാൻ, ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടെ നിന്ന് അയച്ചിരിക്കുന്നു. ഈശോ പറഞ്ഞു, ഇന്ന് ഇവിടെ ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. ഈശോയുടെ ജീവിത ലക്ഷ്യം, ദൗത്യം മനുഷ്യൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള സമഗ്ര വിമോചനമാണ്, നിത്യജീവനാണ്. ദരിദ്രർക്ക് സുവിശേഷം, എല്ലാ തരത്തിലും ദാരിദ്ര്യം, ആത്മീയവും ഭൗതികവുമായ ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ ഈശോ കാണുന്നു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവത്തെ പരിപൂർണമായി ആശ്രയിക്കുന്നവരാണ് ദരിദ്രർ. സാമ്പത്തിക ദാരിദ്ര്യം മാത്രമല്ല, സമൂഹത്തിലെ അവഗണിക്കപ്പെട്ടവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, ആത്മീയതയിൽ തകർന്നുപോയവർ, കർത്താവ് അവരെ സമൃദ്ധിയിലേക്ക് നയിക്കുവാൻ ഈശോയുടെ സുവിശേഷത്തിന് ശക്തിയുണ്ട്, കരുത്തുണ്ട്. കർത്താവ് നൽകുന്നത് സമഗ്ര വിമോചനമാണ്. മനുഷ്യനെ ശാരീരികമായി, ആത്മീയമായി, സാമൂഹികമായി എല്ലാ തരത്തിലുമുള്ള ചൂടുന്ന എല്ലാ ബന്ധനങ്ങളെയും പരിപൂർണ വിമോചനം നൽകുവാൻ കർത്താവ് വാഗ്ദാനം ചെയ്യുന്നു. പാപം, മരണം, രോഗം, വെറുപ്പ്, ഭയം, മാനുഷിക ബലഹീനതയിൽ നിന്നെല്ലാം സമഗ്രമായ ഒരു വിമോചനം ഈശോയ്ക്ക് നൽകാൻ കഴിവുണ്ട്, നൽകുന്നു. കർത്താവ് കാഴ്ച നൽകുന്നവനാണ്. അനേകം അന്ധർക്ക് ഈശോ കാഴ്ച നൽകി അനുഗ്രഹിക്കുന്നത് സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഭൗതിക കാഴ്ചകൾ നൽകുന്നതിനോടൊപ്പം ഉപരിയായി ആത്മാവിൻ്റെ അകക്കണ്ണ് തുറക്കുന്ന ആത്മീയ കാഴ്ച സമ്പൂർണ്ണമായി നൽകുവാൻ കഴിവുള്ളവനാണ് കർത്താവ്. സ്വാതന്ത്ര്യം നൽകുന്നവനാണ് യേശു. യഥാർത്ഥ സ്വാതന്ത്ര്യം ദൈവസ്നേഹത്തിൻ്റെ അടിത്തറയിൽ അധിഷ്ഠിതമാണ്. നിയമത്തിൻ്റെ, പാപത്തിൻ്റെ, മരണത്തിൻ്റെ, രോഗത്തിൻ്റെ അടിമത്തിൽ നിന്നെല്ലാം സമഗ്ര സ്വാതന്ത്ര്യം ഈശോ നൽകുന്നു.
തന്നെ വിശ്വാസത്തോട് സമീപിച്ചവർക്കെല്ലാം ഈശോ യഥാർത്ഥ സ്വാതന്ത്ര്യവും വിമോചനവും നൽകിയത് നമ്മുടെ സുവിശേഷത്തിൽ കാണാൻ സാധിക്കും. മരിച്ച് മണ്ണടിഞ്ഞ് ജീർണിച്ച് പുഴുവരിച്ച ലാസറിനെ കുഴിമാടത്തുനിന്ന് ഉയർപ്പിച്ച ഈശോ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കും ജീവനിലേക്കുമാണ് മാനവരാശി നയിക്കുന്നത്. സ്നേഹത്തിലൂടെ, ത്യാഗത്തിലൂടെ ബലിയായി തീരുന്ന യഥാർത്ഥ സ്നേഹം ഈശോ നമുക്ക് കാണിച്ചു തരുന്നു. മനുഷ്യൻ്റെ സമഗ്ര വിമോചനത്തിൻ്റെ സ്വാതന്ത്ര്യം നൽകി, ജീവൻ നൽകി, കുരിശിൽ പിടഞ്ഞു മരിക്കുന്ന യഥാർത്ഥ സുവിശേഷമാണ് യേശുവിൻ്റെ സ്നേഹ സമഗ്ര ദർശനം. നമ്മുടെ ജീവിതത്തിൽ ഈശോ നൽകിയ നല്ല വാർത്ത സ്വന്തമാക്കാം. നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ സുവിശേഷമാകാം. ഈശോ നൽകുന്ന സമഗ്ര വിമോചനം സ്വീകരിക്കാം, വിമോചകരാകാം. ഈശോ നൽകുന്ന യഥാർത്ഥ സ്വാതന്ത്ര്യം സ്വീകരിക്കാം, ക്രിസ്തീയ സ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യമായി മാറാം. കർത്താവ് നൽകുന്ന കാഴ്ച സ്വീകരിക്കാം, യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൻ്റെ പ്രകാശമായി മാറാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.